ഒരു കുഞ്ഞു ചാറ്റൽ മഴ പെയ്ത് മാറിയിരിക്കുന്നു. അന്തരീക്ഷം നല്ല കാർമേഘം കൊണ്ട് മൂടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മുളക് തൈ കണ്ട, ഈ മുളക് തൈ ഗ്രോ ബാഗിൽ നട്ടതായിരുന്നു. ഒരു മുളക്, 1-2 മുളക് മാത്രമാണ് പിടിച്ചത്. അപ്പോൾ അതിനുള്ളൊരു ശിക്ഷ ഞാനിപ്പോൾ കൊടുത്തിരിക്കുകയാണ്. ഇതിനെ ഞാൻ നല്ല രീതിയിൽ ഇവിടെ വളമൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ട് ഇതിനെ ഞാൻ ഇടത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഗ്രോ ബാഗിൽ നിന്ന്. എന്താണെന്നറിയില്ല, ഇത് പൂക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇലകളെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു പോയി. 1-2 മുളകാണ് കിട്ടിയതാകെ. തൈ നല്ല ഉഷാറായിട്ട് വന്നതാണ്, പക്ഷേ മുളക് പിടിച്ചില്ല. അപ്പോൾ എന്താവും നോക്കാം ഇനിയത്തെ അവസ്ഥ. പിടിക്കുമോ ഇല്ലയോ? ചില മാറ്റങ്ങൾ നല്ലതിനാണെന്ന് പറയാറില്ലേ? അപ്പോൾ ഈ ഒരു മാറ്റം ഇതിനെങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ വെള്ളം അടിച്ച ശേഷമാണ് മഴ പെയ്യില്ല എന്ന് വിചാരിച്ച ശേഷം മഴ ചെറുങ്ങനെ ഒന്ന് പെയ്ത് മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മുളക് തൈയും ഇതിൻ്റെ ഇടയിൽ നട്ട ഈ ഒരു തൈ എന്താണെന്ന് എനിക്കറിയില്ല. നല്ല പൂവൊക്കെ പിടിക്കുന്ന ഒരു തൈയാണ്, എന്ത് പൂവാണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ പേരറിയാത്ത കുറേ ചെടികൾ നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ അത് നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും, എന്ത് ചെടിയാണെന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്നവർ. തൈകൾ എന്താണെന്ന് എനിക്കറിഞ്ഞേ പറ്റും, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു അപ്പോൾ ഈ ഒരു ഇതും അങ്ങനെ മുളക് തൈ ഇപ്പോൾ നട്ടതാണ്. അപ്പോൾ ഇനി മുളക് തൈ ഇപ്പോഴേ കുറച്ച് വലുതായി വന്നാൽ നമുക്കത് പിടിച്ച് കിട്ടും. പക്ഷേ ഇപ്പോൾ നടുന്നത് ഇനിയിപ്പോൾ മഴ വന്നെങ്കിൽ നടാൻ തുടങ്ങിയെങ്കിൽ അത് ചീഞ്ഞു പോകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 1-2 തൈ പച്ചമുളക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് 1-2 തൈ നട്ടിട്ടുണ്ട്. ഇത് റോസിൻ്റെ ചെറിയ കുഞ്ഞു കമ്പുകൾ നട്ടതാണ്. അപ്പോൾ ഇതിൽ ചെറിയ കുഞ്ഞു മുട്ട് വന്നത് കണ്ട. അപ്പോൾ ഇതിൽ എല്ലാം കുറേ ഇത് വേര് പിടിപ്പിക്കാൻ ഇങ്ങനെ നട്ടു കൊടുത്തതാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കിളിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു തൈ നിർത്തി ബാക്കിയെല്ലാം വേര് പിടിച്ച തൈകൾ നമുക്ക് വേറൊന്ന് ചട്ടിയിലേക്ക് മാറ്റി നടേണ്ടതുണ്ട്. ഇനിയിപ്പോൾ പഴുത്ത മുളകെല്ലാം ഉണങ്ങി കിട്ടാൻ പ്രയാസമാണ്, മഴ വരുന്നത് കൊണ്ട് തന്നെ.